ഞാൻ പറയുന്നത് സത്യമല്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കുടുംബ ബന്ധങ്ങൾ കുടുംബ കോടതികളിലാണ്. നിങ്ങൾ കേരളത്തിലെ കണക്കെടുത്ത് നോക്കി, ക്രിമിനൽ കോടതിയിലല്ല കേസുകൾ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് കുടുംബ കോടതികളിലാണ്. കുടുംബ കോടതിയുടെ വരാന്തരകളിൽ പരസ്പരം കൈപിടിച്ചു പിരിയുന്ന, കണ്ണീരിലേക്ക് നടന്നു പോകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ കോടതിയിൽ കേസുകൾ തളം കെട്ടിക്കിടക്കുകയാണ്. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. എന്തിന്റെ പേരിലാണ് വഴക്കെന്നറിയുമോ? കൊടുത്ത സ്വർണത്തിന്റെ പേര്, പണയം വെച്ചതിന്റെ പേര്, വീതം വെച്ചതിന്റെ പേര്, ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാത്തതിന്റെ പേര്. അടുത്ത സമയത്ത് ഒരു കുടുംബ കോടതിയിൽ കേസ് വന്നു. ഏതിന്റെ പേരിലൊക്കെ തർക്കം വന്നെന്നറിയുമോ? കല്യാണത്തിന് വിളമ്പിയ പപ്പടത്തിന്റെ പേരിൽ പോലും തർക്കം വന്ന കുടുംബ കോടതികളിലെ കേസ് എത്രയോ ആണ്. കുടുംബ കോടതിയുടെ ജഡ്ജി ചോദിക്കുന്നു, ഒരുമിക്കുന്നുണ്ടോ? ഭാര്യ പറയുന്നു എനിക്കുവനെ വേണ്ട, ഭർത്താവ് പറയുന്നു എനിക്കുവനെ വേണ്ട. രണ്ടുപേരും കോടതിയിൽ വെച്ച് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പിരിഞ്ഞു വരികയാണ്. അവർ രണ്ടുപേരും അവരുടെ രഹസ്യ വഴികളിലോട്ട് കിടക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അവിടെ ഒന്നും അറിയാതെ കോടതിയുടെ വരാന്തയിൽ മുഖം കുനിച്ചിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു ജന്മമുണ്ട്. ആ ജന്മമേതെന്നറിയുമോ? ഇവരുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പൊന്നുമോനാണത്, പൊന്നുമക്കളാണത്. വാപ്പയുടെ വഴിക്ക്, ഉമ്മയുടെ വഴിക്ക് കോടതിയുടെ വരാന്തയിൽ ആരെ പിടിക്കണമെന്നറിയാതെ കൈപിടിച്ചു നിൽക്കാതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന മക്കളെ ആരാണ് നോക്കുന്നത്? ഇവിടെയാണ് സാമൂഹ്യ ദ്രോഹികൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച വായിച്ച വാർത്തയാണ്, പത്രവാർത്തയിൽ വന്നതല്ലേ. അബുദാബിയിലാണ് പിതാവിന് ജോലി, ദുബായിലാണ് മാതാവിന് ജോലി. അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം പിരിഞ്ഞു. അവർക്ക് 4.5 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട്. ആ മോനെ കുറച്ചുനാൾ പിതാവിന്റെ അടുക്കൽ, കുറച്ചുനാൾ മാതാവിന്റെ അടുക്കൽ. ആ മാതാവ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി പറയുന്നു, അന്യരാജ്യത്ത് നടന്നതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു പിതാവ് ഒരു ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞപ്പോ 4.5 വയസ്സുകാരന മോനെ ഫുട്ബോൾ കോർട്ടിലെ പന്ത് പോലെ തട്ടിയിടുകയാണ്, ഫുട്ബോൾ കോർട്ടിലെ തട്ട് പോലെ തങ്ങിയിടുകയാണ്. ഏറ്റവും വലിയ കാരവമേതെന്നറിയുമോ? ലോകകപ്പ് ഫുട്ബോളിലെ ശാഖറയുടെ വക്കയല്ല, ആ പന്ത് തട്ടപ്പെടുന്ന പിതാവിന്റെയും മാതാവിന്റെയും കാലിൽ കിടന്ന് പന്തിനെ പോലെ തട്ടപ്പെടുന്ന കുഞ്ഞുമോന്റെ കരച്ചിലാണ് മുടങ്ങി കേൾക്കുക. ആ കരച്ചിലാണ് ലോകത്തുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കുടുംബം നിങ്ങളുടെ ഇബ്രാഹീമിന്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ കുടുംബം ഇമ്രാന്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ കുടുംബം മുഹമ്മദ് മുസ്തഫയുടെ കുടുംബമാകട്ടെ. സഹോദരങ്ങളെ, കുടുംബനാഥൻ ഉത്തരവാദിത്വം നിർവഹിക്കണം. മുഹമ്മദ് നബിയുടെ കുടുംബമായി മാറണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായി മാറണോ? അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലോട്ട് കടന്നു ചെല്ലുകയാണ്. നമ്മുടെ വീട് ഖുർആന്റെ വീടാകുന്നത് എപ്പോഴാണ്? ആർക്കാണ് ഇതിന് ചങ്കൂറ്റമുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, പിതാവിനെ കാണാൻ ഫാത്തിമ കാത്തു നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ മകളുടെ തല കുനിച്ചു മാത്രമേ കടന്നു ചെല്ലാൻ കഴിയൂ. ചെറ്റക്കുടിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയുടെ വീട്ടിലോട്ട് കുനിഞ്ഞു കയറി. എന്നിട്ട് മുഖം നിവർത്തുമ്പോ ഫാത്തിമയുടെ വീടിന്റെ ചുമരിൽ ഒരു പേർഷ്യൻ പരവതാനി വിരിച്ചിട്ടിരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മകളുടെ വീടിന്റെ ചുവരിൽ ഒരു പേർഷ്യൻ പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചിറങ്ങി. മകളുടെ വീട്ടിൽ കയറിയില്ല, മകളുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ഓടി വന്നിട്ട് ചോദിച്ചു, പിതാവേ കയറുന്നില്ലയോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുവോ? എന്തേ എന്റെ വീട്ടിൽ എന്റെ ഉപ്പ കയറാത്തത്? അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവ് ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമ, എന്നാണ് നിനക്ക് ആർഭാടം തുടങ്ങിയത്? എന്നാണ് നിനക്ക് ദുനിയാവിനോട് പ്രേമം തോന്നിയത്? എന്താണ് പിതാവേ ഈ പരവതാനി എവിടെ നിന്ന് കിട്ടി ഫാത്തിമ? ഈ വില കൂടിയ പരവതാനി എവിടെ നിന്ന് കിട്ടി ഫാത്തിമ? ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു കൂട്ടുകാരി കൊടുത്തയച്ചതാണ്, ഞാൻ പൈസ കൊടുത്തു വാങ്ങിയതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, ഈ പരവതാനി വിരിപ്പെടുത്തു മാറ്റുമോ? ഇത് നിന്റെ വീട്ടിലിരുന്നാൽ ഈ വീട്ടിൽ മലക്ക് വരില്ല, ഈ വീട്ടിൽ മലക്ക് കയറില്ല. ജിബ്രീൽ വരാത്ത ഒരു സാധനം എന്തിനാണ് ഫാത്തിമ വീട്ടിൽ വെച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട മകളെടുത്ത് വെളിയിലോട്ട് കളഞ്ഞു. എന്നിട്ടാണ് തിരുദൂതർ വീട്ടിൽ കയറിയത്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും മലക്കിറങ്ങുമോ? മലക്ക് കയറാത്ത എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത്? അതെടുത്തു മാറ്റാൻ നമുക്ക് കഴിയുമോ? അതിനെതിരെ പറയാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെയാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. കുടുംബനാഥനാകുമ്പോഴാണ് ഒരു വീടും കുടുംബവും ഖുർആന്റെ കുടുംബമായി മാറുക, ഖുർആന്റെ വീടായി മാറുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി മാറ്റണം. ഫാത്തിമ നബി ഞങ്ങൾ പറഞ്ഞ് എടുത്ത് മാറ്റ്, ഫാത്തിമ എടുത്ത് അപ്പോഴേ മാറ്റി. ഒന്നാമത് നമ്മൾ മാറ്റാൻ പറയൂല, ഇത് നമ്മൾ മാറ്റാൻ പറഞ്ഞാലും മക്കൾ മാറ്റൂല. പാപ്പാടെ ജോലി കഴിഞ്ഞു, എന്റെ ഭർത്താവ് പറയട്ടെ. ഇങ്ങനെ ഒത്തിരി ഉണ്ട് കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ. പക്ഷെ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ നമ്മുടെ വീട്ടിൽ കയറുന്ന കുടുംബമായി നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. അള്ളാഹുവേ, എന്റെ നാട്ടിലെ എല്ലാ കാര്യവും എനിക്കറിയാം, പഞ്ചായത്തിലെ സർവ്വകാര്യം എനിക്കറിയാം, മഹല്ലിലെ സർവ്വകാര്യം എനിക്കറിയാം, പള്ളിയിലെ സർവ്വകാര്യം എനിക്കറിയാം, എന്റെ കുടുംബത്തിലെ കാര്യം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കണം ഭാര്യയോട്, നീ നിസ്കരിച്ച, നീ ഖുർആൻ ഓതിയ? മക്കളോട് ചോദിക്കണം, മക്കളെ ഒരു യാസീനെങ്കിലും ഓതിയോ? പിള്ളേർ പഠിക്കാനൊക്കെ പോട്ടെ, പഠിക്കുന്നതിന്റെ ഇടയിൽ മക്കളോട് ചോദിക്കണം, മക്കളെ നിങ്ങൾ യാസീൻ ഓതിയ? മക്കളുടെ അടുക്കൽ ചെന്നിട്ട് സന്ധ്യക്ക് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കണം, നീ രാവിലെ മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പേ ചോദിക്കണം. ചില ചോദിക്കുവോ? ഇന്ന് ഇടി ഉഷാർ, ഇന്ന് ഇടി ഷുഗർ. ചോദിക്കണം. ഒരു ഗൃഹനാഥന്റെ ജോലി അതല്ലേ. അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? വീട്ടിൽ പോകണം. അത്യാവശ്യമാണ്. പുരുഷൻ വെളിയിൽ ജോലി ചെയ്യണം, അത് അവന്റെ അധ്വാനത്തിന്റെ വർഗ്ഗം. അവന്റെ മക്കൾക്കും ഭാര്യയ്ക്കും അധ്വാനത്തിന് കൊടുക്കണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. ആദരവായ പ്രവാചകൻ ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. ആര് പറഞ്ഞതാണ്? ഇത് സഹാബാക്കളുടെ സ്വഭാവം ഇതായിരുന്നു. അള്ളാന്റെ റസൂൽ ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ്. ഒരു സഹാബി കുതിരപ്പുറത്ത് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് പാഞ്ഞു പോവുകയാണ്. കുതിരയ്ക്ക് വല്ലാത്ത സ്പീഡ്. അള്ളാന്റെ റസൂൽ പുറകിൽ വരുന്നതേയുള്ളൂ. ആ സഹാബി എല്ലാവരെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് കുതിരപ്പുറത്ത് പായുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി, ഈ യുവാവ് എന്തിനാണ് ഇത്ര സ്പീഡിൽ പാഞ്ഞു പോകുന്നത്? അള്ളാന്റെ റസൂൽ ആ സഹാബിയുടെ പുറകെ എത്തി. എന്നിട്ട് അള്ളാന്റെ റസൂൽ ആ സഹാബിയെ വിളിച്ചു അത്രേ, ജാബിർ, ഏ ജാബിറേ, ഏ ജാബിറേ. അത് ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ്. എവിടേക്കാണ് ജാബിറേ ഇത്ര സ്പീഡിൽ നീ കുതിരയെ ഓടിക്കുന്നത്? ഒരു യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പോവാൻ, ഒരു സഹാബി സർവരെ ഓവർടേക്ക് ചെയ്ത് കുതിരയെ ഭയങ്കര സ്പീഡിൽ പോകുന്നു. നമ്മൾ ചിലപ്പോ കണ്ടിട്ടില്ലേ, കാറിലൊക്കെ പോകുമ്പോ പുറകിൽ നിന്ന് ഒരു ആരവം കേൾക്കാം. ഈ കുറെ ചെറുപ്പക്കാർ ഇവിടെ ഈ പൂട്ട് കട്ട് ചെയ്ത ഒരു ബൈക്കിനകത്ത് വെടി കൊണ്ട് വെരുക് പോണമാരി ഒരു പോയി കാണും. സർവ്വ KSRTCയുടെയും പാണ്ടി ലോറിയുടെയും ഇടയിൽ കൂടെ അങ്ങോട്ടും മുളച്ച് ഇങ്ങോട്ടും മുളച്ചൊരു പോക്ക് പോണ കാണാം. ഇതെങ്ങോട്ട് പോണമെന്നറിഞ്ഞു. ആ രീതിയിൽ ജാബിർ റളിയല്ലാഹു അൻഹു സർവരെ ഓവർടേക്ക് ചെയ്ത് കുതിരപ്പുറത്തൊരു പായല്. നബി തങ്ങൾ പുറകെ ചെന്നു, ജാബിറിനെ വിളിച്ചു, ജാബിറെ, ജാബിറെ, എവിടേക്കാ ഇത്ര ധൃതിയിൽ ഓടുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, അള്ളാന്റെ തിരുദൂതരെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവട്ടെ നബിയേ, എന്റെ വീട്ടിലേക്ക് ഞാൻ പോവട്ടെ നബിയേ. അള്ളാന്റെ റസൂൽ ജാബിറെ, നബിയെ, അത്യാവശ്യം കഴിഞ്ഞല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് പോവട്ടെ നബിയെ. വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഞാൻ സ്പീഡിൽ പോകാൻ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ഇതൊക്കെ ഹദീസാണല്ല, വെറുതെ പറഞ്ഞല്ല. ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടാകുന്ന ഇതൊക്കെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നിത് കേൾക്കി, നാളെ ഇൻഷാ അല്ലാഹ് ഭാര്യ, ഖുർആനിലെ ഭാര്യ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകട്ടെ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? ജാബിർ തന്നെ അത്യാവശ്യം കഴിഞ്ഞാൽ കുതിരയുടെ സ്പീഡിൽ പായുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? വ്യാഴാഴ്ച രാവിലത്തെ മദ്രസ കഴിഞ്ഞ് പള്ളിയിലെ ഇമാമ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് 60 വിട്ടാൽ പുറകിൽ നിന്ന് വിളിക്കും, വഹറിനും കൂടെ നിന്നിട്ട് പോവാൻ പറയരുത്, അത്യാവശ്യം കഴിഞ്ഞ് മൂപ്പിരാൻ വീട്ടിൽ പോട്ടെ. അല്ല, പിടിച്ച നേരെ വീട്ടിലെത്തണം. സന്ധ്യയായി, ജോലിയൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ വൈകുന്നേരം വരെ കടയൊക്കെ അടച്ചു. കട അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നീട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ പാഴ്വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നതിന് റസൂലുള്ളാഹി വല്ലാതെ വെറുത്തിരുന്നു അത്രേ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകേണ്ട സമയമുള്ളൂ. പിന്നെയും വെളിയിലിരുന്നിട്ട് പിള്ളേർക്ക് ഒരു സൈസ് പരിപാടിയുണ്ട് ആളുകൾക്ക്, വെറുതെ രാക്കഥകൾ പറഞ്ഞിരിക്കും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമുരി. അള്ളാഹുവിന്റെ പ്രവാചകൻ രാക്കഥ പറഞ്ഞിരിക്കുന്നതിന്
റസൂലുള്ള വെറുത്തിരുന്നു. ഇവിടെ നേരെ വീട്ടിൽ പോകണം. സന്ധ്യയായി, ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ മംഗലപുരം ജംഗ്ഷനിലൂടെ കറങ്ങടക്കാതെ സന്ധ്യ കഴിഞ്ഞാൽ നേരെ എവിടെ പോകണം? വീട്ടിൽ പോകണം. സഹോദരിമാർ ഈ ഉസ്താദിന്റെ വാത് കേട്ട് നാളെ ഇങ്ങനെ 7 മണിക്ക് വരും, സീരിയലും കാണാൻ പറ്റില്ല. ഇങ്ങനെ ജംഗ്ഷനിൽ നിൽക്കണോണ്ടാണ് ഒന്ന് കാണാൻ പറ്റണത്. ഇനി ഉസ്താദ് പറയുന്നതനുസരിച്ച് സുന്നത്താന്നും പറഞ്ഞ് വരും, അതിനൊപ്പം കാണാനും പറ്റൂല. എങ്ങനെ കാണണം? നമ്മുടെ വീട് ഖുർആന്റെ വീടാകണോ? നമ്മുടെ വീട് ഖുർആന്റെ വീടാകണോ? ആ വീടാകണമെങ്കിൽ ഇങ്ങനെ ആയേ പറ്റൂ. സഹോദരങ്ങളെ, ഇന്നത്തെ ആമുഖം ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു. ഏത് വീടാണെന്നറിയുമോ? ആ വീട് ലോകത്തിലെ പ്രമാണിയുടെ വീടല്ല. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തിങ്ങിക്കൂടിയ മംഗലപുരത്ത് ഓരോ ഗൃഹനാഥന്മാരോട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളുടെ വീട് ഈ വീടായി മാറണം. ഈ ഖുർആൻ പറഞ്ഞ വീടായി മാറണം. ഏത് വീടാണെന്നറിയുമോ? ആ ഖുർആനിൽ പറഞ്ഞ വീട് സൂറത്തുൽ ഹശ്റിൽ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീട് ഏത് വീടാണെന്നറിയുമോ? അത് ഹിന്ദുജയുടെ വീടല്ല, അംബാനിയുടെ വീടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കോടിപതിയായ സാക്ഷാൽ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.